80കളായപ്പോഴേക്കും മാളച്ചേട്ടൻ തിരക്കേറിയ നടനാകും. ലൊക്കേഷനിലേക്ക് ഓടുന്നു. 4 പടമൊക്കെ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷമിച്ചു വന്നൊരു വാക്ക്, അടുക്കാൻ എന്തെളുപ്പം, പണം വന്ന് കയറിയല്ലേ? അതെ അതെ, പണം വന്ന് കയറിയിട്ടില്ല. പടത്തിന്റെ കൂടെ പടവും വന്നില്ലേ? ഇല്ല, അത്രയും വന്നില്ല. ഒരുപാട് പേര് പറ്റിച്ചോ? കുറച്ചാൾക്കാർ. എല്ലാവരും പറ്റിയെന്ന് പറയാൻ പറ്റില്ല. വണ്ടിച്ചക്കൊക്കെ നിർത്തി ഞാൻ. പക്ഷേ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിച്ചക്ക് ഞാൻ. അത്രത്തോളം കിട്ടി. പക്ഷേ വീട്ടിൽ നല്ല സൗകര്യങ്ങൾ വർദ്ധിച്ചു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പഴയ ഒരു വീട്, 33 വർഷം വെച്ച ഒരു ചെറിയ വീട്, ഒരു ചെറിയ കുടുംബം, ഒരു കൊച്ചു ബാങ്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുക. മക്കളൊക്കെ ഒരുപാട് തിരക്കില്ലാത്ത നിലയിലെത്തിയിട്ടുണ്ട്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. 2 കുട്ടികളായ അവൾക്ക്. അവളുടെ മൂത്ത മോൻ BSc ഫൈനൽ ഇയർ പഠിക്കുന്നു. അപ്പു എന്നാണ് പേര്. അവളുടെ മകള് ദേവി. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു. ഓക്കെ, മകൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ല സുഖ സൗകര്യത്തിലേക്ക്. ഇപ്പോൾ ദൈവം അങ്ങനെ പറയാനിരിക്കാൻ നോക്കി. 80കളിൽ ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ശ്രീ മാള അരവിന്ദൻ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടി. ആരാധകരുടെ എണ്ണം അങ്ങ് വർദ്ധിച്ചു. താങ്കളുടെ ഈ ശബ്ദവിന്യാസം കണ്ടറിഞ്ഞു എന്ന് പറയുന്ന പടത്തിൽ അഡ്വഞ്ചറസായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേടിച്ചിട്ട് ചെയ്തൊരു പടമാണ്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഞാൻ മോഹൻലാലും കൂടി പാടി, ഒരുമിച്ച് പാടി പാട്ടല്ലേ? അതെ അതെ. അതൊന്ന് പാടണം. അയ്യോ, എനിക്ക് അത്ര വലിയ പിടിയില്ല. അല്ല, ഉള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ വേണം ഇപ്പം അത് കാണിച്ചിട്ട് ഞാൻ പാടിപ്പിക്കാം. അത് മതി. അപ്പം കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും. അതിലേക്ക് പോയി അല്ലേ മനസ്സ്? ഒരു ഭയങ്കര സംഭവമായിരുന്നു. കാരണം അത് ഷൂട്ട് ചെയ്ത് കേട്ടാൽ പേടിയാവും. അടിയിൽ മിനി ബ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ലൈറ്റുകൾ ഒരു കുഴിയിൽ വെച്ചിരിക്കുകയാണ്. മുകളിൽ ഒരു ത്രാസാണ്. വയറ് മാത്രം കൊള്ളാവുന്ന തരത്തിൽ മോഹൻലാലും ഞാനും കൂടി കയറ്റി എടുത്തിട്ട് അവർ പൊക്കും. ഇപ്പോൾ അടിയിൽ ലൈറ്റ് കത്തിച്ചിരിക്കുക. ഈയൽ കരിഞ്ഞ മണമൊക്കെ വരും. ഇയാനെന്ന് പറയില്ലേ, ഈയലോ എന്താ പറയുക, ആ ലൈറ്റുമ്മൽ വീണ്ടേ പച്ച മണം, കരിഞ്ഞ മണം വരും. അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ ഇട്ട് പിടിക്കും. കുതിച്ചു ഞാനാകെ കുഴ തെറ്റിപ്പോയി വീഴുമേ, അങ്ങനെയൊക്കെ വെള്ളിയൊക്കെ ഇട്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ ആ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. അയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ പടത്തിൽ, ആ പാട്ടിൽ. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ എന്നെ വളരെ സഹായിച്ചു എന്നുള്ളതാണ്. മൂക്കൂത്തി അതിലൊക്കെ ഇവിട്ട് പോയി കഴിഞ്ഞാൽ മിനി ബ്രൂട്ടിനടിയുന്ന ഒരു ചെറിയ തരി ചാരം വരുന്നതാണ്. വേറെ എന്നെ ഒന്നും കാണൂല. അത്ര ഹെവി ആയിരുന്നു അത്. ഒരു ബംഗാളി ക്യാമറാമാൻ അയാളാണ് ചെയ്തത്. ആ കുപ്പിയിലൊക്കെ ഇറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ടായി. അതൊന്നും ഇവിടെ ഇത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ അഭിനയിച്ചെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. ശരിയാ. പക്ഷെ എൻജോയ് ചെയ്തല്ലേ? ഇന്ന് ഈ രംഗമൊക്കെ കാണുമ്പോൾ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. വേറെ ആരെങ്കിലും മാളച്ചേട്ടൻ ഇന്ന് ഈ രംഗങ്ങളൊക്കെ ഈ മാളച്ചേട്ടൻ ഇപ്പോൾ ടെലിവിഷനിൽ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഭയങ്കര ഫീലായിരിക്കും. അങ്ങനെ ഇനി ഒരു കാലത്തും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളപ്പോൾ ദുഃഖം ഉണ്ടാവും. ദുഃഖമുണ്ട്, മനസ്സ് കരയും തീർച്ചയായിട്ടും. ഒരു ആരാധനയെ കൊണ്ടുവരട്ടെ. എന്തോ ഇവിടെ കരയുന്നതിന് മുമ്പ് ഞാൻ ഒരു ആരാധന കൊണ്ടുവരട്ടെ. നിങ്ങളുടെ കെയർ ഓഫിൽ ഞാൻ ഒരുപാട് നാളെ ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ്. അത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ. കാരണം നിങ്ങൾ അഭിനയിച്ച പടങ്ങൾ നല്ല റോളുകളിൽ അഭിനയിച്ച്, താറാവിലൊക്കെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. പക്ഷേ ഞാൻ ആ സിനിമ കാണാൻ ഇറങ്ങിയപ്പം എനിക്കാണ് ഒരുപാട് പേര് കരുതുന്നത്, മിസ് മാള വളരെ നന്നായിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഒന്ന് ചമ്മി. ഇനി ഇതിപ്പം പിന്നെ കുറച്ച് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖം, ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി, നമ്മൾ അഭിനയിക്കാതെ തന്നെ നമുക്ക് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ പല ആളുകളിങ്ങനെ മിസ് മാള അപ്പം എന്തോ എവിടെയൊക്കെ ഒരു സാദൃശ്യം ഉള്ളതുപോലെ ഒരു തോന്നല്. അതുകൊണ്ടാവാം അങ്ങനെ ഒരുപാട് കാലഘട്ടം നിങ്ങളെ കൊണ്ട് ഞാൻ ജീവിച്ചു. ഞാൻ അഭിനയിക്കാത്ത പടങ്ങൾ പോലും വളരെ പേര് പ്രസിദ്ധി അറിയിച്ച ഒരു സംഭവം നിങ്ങൾ മുഖേന എനിക്ക് കിട്ടി. അതിന് പ്രത്യേക നന്ദി. കുഞ്ചൻ എന്ന് പറയുന്ന നടൻ എൻ്റെ അങ്ങേരെ റോൾ മോഡലാണ് ഞാൻ. അങ്ങേരെ കണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്ര ഹൃദയശുദ്ധിയുള്ള ഒരു ആക്ടർ ഇന്ന് മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരാളുണ്ടായിരുന്നു, ആലമൂടൻ ചേട്ടൻ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കൂട്ട് കിട്ടിയ ഇദ്ദേഹമാണ്. പക്ഷെ കുഞ്ചൻ താങ്കളുടെ പേരും പറഞ്ഞ് ഒരുപാട് വസൂലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പുള്ളി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, നേര് തന്നെയാണ്. താറാവിലെ ഏതാണ്ട് അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ
ഈ ഇതേമാതിരത്തെ ഒരു ഫിഗറൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആൾക്കാർ ഞാൻ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല, ആ. അന്ന് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അത് താറാവ് താങ്കൾക്ക് വളരെ ശ്രദ്ധേയമായ റോള് തന്നതാണ്. അതെ അതെ അതെ. വേണം താങ്കളുടെ മനസ്സ് അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. തക്കിത മുന്തൻ താതാവേ തവിത്തു മുന്തൻ താതാവേ ഇഷ്ടം കൂടാൻ നിനക്കു മുണ്ടൊരു കുത്തിത്താരാവ് കുത്തിത്താരാവ്. തക്കിത മുന്തൻ താതാവേ തവിത്തു മുന്തൻ താതാവേ ഇഷ്ടം കൂടാൻ നിനക്കു മുണ്ടൊരു കുത്തിത്താരാവ് കുത്തിത്താരാവ്. നല്ല സ്റ്റീൽ ബോഡി ആയിരുന്നു കേട്ടോ. അല്ല വണ്ണമില്ലായിരുന്നു എനിക്കൊന്ന്. പക്ഷെ സിനിമ കാണുമ്പോൾ അത്ര വണ്ണം തോന്നില്ല. ഇത് ആ കുട്ടിയില്ല, കറുത്ത കുട്ടി, കറുത്ത പെയിനുള്ളത്. അത് വയലാർ ഇവിടെ മകളാ, ചക്കി. ആ ചക്കി. അയ്യോ ജയസേട്ടൻ്റെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടി അഭിനയിച്ച ഒരു റോളാണത്. മന്ദബുദ്ധിയാണ്, കൈയും കാലും വളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മാളച്ചേട്ടനെ പ്രാപ്തമാക്കിയത് എങ്ങനെയാണ്? വല്ല മന്ദബുദ്ധികളെ അനുകരിച്ചു? തീർച്ചയായിട്ടും. ഞങ്ങളവിടെ ഒരാളുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അമ്മ പറഞ്ഞയച്ചു 3 രൂപ തരാൻ പറഞ്ഞയച്ചു, ഇല്ലെങ്കിൽ 5 രൂപയെങ്കിലും തരാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അത് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഭൂതക്കണ്ണാടിയിൽ അതുപോലെ തന്നെ ചേനൻ എന്ന് പറയുന്ന ഒരു കുരുടൻ്റെ അവിടെ അയാൾ ഒബ്സർവ് ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ അത് പകർത്തിയതാണ്. ലോഹിയോട് പറഞ്ഞു? ലോഹിയുടെ പടം അല്ല, ഈ സിനിമ ഇത് ദാസേട്ടൻ പാടി പാടി സംഗീത സംവിധാനം നിർവഹിച്ച പാടാണ്. അതെ അതെ അതെ. പാടാൻ നല്ല രസമുള്ള പാട്ടാണത്. അതെ, പക്ഷേ എനിക്ക് പാടാൻ പറ്റില്ലല്ലോ, അത് ഞാൻ സിംഗറൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ദാസേട്ടൻ ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഞാൻ ഒരുപാട് ചുണ്ടാനക്കി എന്ന് പറയാനേ പറ്റുള്ളൂ. അത് അവിടെ നിൽക്കുന്നു, അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആളല്ലേ, നമ്മളൊരിക്കലും പറയാൻ ഈ പാട്ട് വളരെ ലളിതമായൊരു പാട്ടാണ്, പാടാൻ കുഴപ്പമില്ല. അതായത് ആക്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തക്കിത മുന്തെന്താ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, ടൈമിങ് കിട്ടണ്ടേ? ഒന്ന് പാടിക്കേ. തക്കിത മുന്തെന്താതാവേ തവിത്തു മുന്തെന്താതാവേ ഇത്തങ്കൂതാൻ നിനക്കു മുന്തൊരു കുത്തിത്താതാവ് കുത്തിത്താതാവ് കുനുങ്ങി അങ്ങനെ കൂടെ നടക്കും കുട്ടിത്താറാവ്. അത് വേറെ ഫീമെയിൽ വെർഷൻ ആരാന്നറിയില്ല എനിക്ക്. നന്നായിരിക്കണം. അതെ.